മമ്മൂട്ടി കമ്പനിയാണ് ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വന്നതിന് ശേഷം ഓരോ സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ ഒന്നിനൊന്ന് വ്യത്യസ്തവുമാണ്. അതേപോലെ സിനിമ ആരാധകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ്. സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, മമ്മൂക്ക അഭിനയിക്കാത്ത അല്ലെങ്കിൽ അതെ അതെ അതേപോലെ ഈ സിനിമ ബാക്കപ്പ് ചെയ്യാമെന്ന് മമ്മൂക്ക തന്നെയാണ് വിളിച്ച് ഗൗതം സാറിനോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കപ്പ് ചെയ്യാൻ തോന്നിയ ആ ഒരു മൂവ്മെന്റ് എപ്പോഴായിരുന്നു? അല്ല, അതല്ല, നമ്മൾ സിനിമകൾ ചെയ്യുന്നു, പിന്നെ ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കേണ്ട കാര്യം ബുദ്ധിമുട്ടിക്കേണ്ട പോയി. നമ്മൾ ഏതായാലും ഒരു വീഡിയോ തുറന്നിരിപ്പുണ്ടല്ലോ, നമുക്ക് തന്നെ അല്ലാതെ നമ്മൾ ആ സിനിമ പിടിച്ചെടുത്തൊന്നുമില്ല. പുള്ളി ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവരേണ്ട സമയം വേണ്ട, നമുക്ക് തുടങ്ങാം. നമുക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മളില്ലാത്ത പടങ്ങളും ഉള്ള പടങ്ങളും ചെറിയ പടമിരിക്കുന്ന പടങ്ങളൊക്കെ വരും, നമ്മളെ കൊണ്ടാവുന്നവർ വരും. സിനിമ ഇറങ്ങി ഇതിന്റെ കുറെ റിവ്യൂസ് വന്നു. അപ്പൊ റിവ്യൂസിലൊക്കെ എടുത്തു പറയുന്നത് മമ്മൂക്കയും ഗോകുലേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ടെന്നാണ്. ഇപ്പൊ സുരേഷേട്ടന്റെ മകനാണ്, പണ്ട് മുതലേ കാണുന്ന ഒരാളും കൂടാണ്. ഇപ്പൊ സിനിമയിൽ ഇൻസ്ക്രീൻ വരുമ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ? ഖത്തറില്ല അത് ഗോകുലിന് ആദ്യം നമ്മളിപ്പോൾ അവൻ്റെ ഫാദറിൻ്റെ കൂടിയൊക്കെയാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിന് റെസ്പെക്ട് ഉണ്ടാവുന്നുണ്ട്. അത് സിനിമയിൽ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ സെറ്റിലൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് സാർ, കാണുമ്പോൾ എഴുന്നേറ്റ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞൊന്നും ചെയ്യില്ല, സാധാരണ നീ പെരുമാറുന്ന പോലെ പെരുമാറുന്നു എന്നോട്. സിനിമയിൽ നമ്മൾ വന്ന് എൻ്റെ ഒരു സീനിയറും അസിസ്റ്റൻറ്റും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുള്ളൂ. നീ എന്നെ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേർന്നോ മമ്മൂട്ടി സാറായിട്ടോ ഒന്നും കാണും. അത് മാത്രമേ ഞാനോട് പറഞ്ഞു. പക്ഷേ ഈ പ്ലെയിൻ വെരി വരും അല്ലേ, അത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അത് ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ശരിക്കും ഗൗതമിന് നമ്മളോട് അഭിനയിക്കുമ്പോൾ. അത് ആ സിനിമയിലുണ്ട്. അതാണ് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റായ ഗൗതം അല്ലെ ഗോകുലിന്. ബൈക്ക് മാത്രം നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് ഓടിച്ചു, ബാക്കിൽ നമുക്കാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് പോയിട്ടാണ് പറയും. അത് മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. മൊത്തം ബൈക്കാണ് മേടിച്ചു കൊടുത്തു. ചെയ്യുന്നൊരു ചിത്രം അടുത്ത മാസം ഇറങ്ങാൻ പോകും, വടക്കം വീരഗാഥ. നമുക്ക് ഒരു ഇന്റർവ്യൂ കേട്ടായിരുന്നു, ഒരുപാട് എക്സൈറ്റഡ് ചെയ്യുന്ന ഒരു ചിത്രമാണെന്ന് കേട്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അടുത്ത മാസം റിലീസ് ചെയ്യാൻ 36 വർഷങ്ങൾക്ക് ശേഷം അതിപ്പോ 4K ഇപ്പം ഒന്നുകൂടെ റിലീസ് ആകാൻ പോവാണ്. കാണാത്ത ആൾക്കാർക്ക് സിനിമയിൽ തിയേറ്ററിൽ കാണാത്ത പറയാനൊക്കെ ഇവിടെ കുറെ ഇറങ്ങി പോകുന്നു. മമ്മൂക്കയെ വെച്ചിട്ടൊരു ലവ് സ്റ്റോറി ലവ് സ്റ്റോറീസ് കുറേ ഉണ്ട്. ഷൈന, മമ്മൂട്ടി കമ്പനിയുടെ ഭാഗമാണ് എന്നും. മമ്മൂക്കാടെ എല്ലാ സിനിമയിലും ഇപ്പൊ വരുന്നുണ്ട്. ഈ സിനിമയില് ഒരു സീനാണെങ്കിലും ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഓട്ടത്തിലാണെങ്കിലും ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഓടുന്നു. എല്ലാം മമ്മൂക്കായുമായിട്ട് ഇത്രയും അടുത്ത് നിൽക്കുന്നത് എങ്ങനെയാണ്? സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലാലേട്ടൻ്റെ പടങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നെങ്കിലും ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയുടെ പടങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ ലാലേട്ടനോടുള്ള ഇഷ്ടം അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിലും മമ്മൂക്കാനെ കണ്ട ശേഷം മമ്മൂക്കാനോടാണ് കൂടുതൽ ഇഷ്ടം. കാണുന്നവരെ അതങ്ങനെ ആയിരുന്നില്ലെങ്കിലും കണ്ടതിന് ശേഷം ഓരോ പടം കഴിയും തോറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കറിയാലോ അതങ്ങനെയാണെന്നുള്ളത്. അപ്പൊ മമ്മൂക്ക ഇപ്പൊ വിളിച്ചാൽ ഞാൻ റെഡിയാണ്. അപ്പൊ മമ്മൂക്ക കമ്പനി ആണെങ്കിലും കമ്പനി അല്ലെങ്കിലും നമുക്ക് ഈ അടുത്ത സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്തത് മമ്മൂക്ക